ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പപ്പായ തോരനാണേ. അതിനായിട്ട് ഞാനിവിടെ ഇത് അധികം മൂത്തിട്ടൊന്നുമില്ല, കണ്ടപ്പോൾ നല്ല മൂത്തതെന്ന് വിചാരിച്ചെടുത്തതായിരുന്നു. ഈ പപ്പായ എടുത്തിട്ടുണ്ട്. പിന്നെ അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ, ഈ ചോപ്പറിലിട്ടാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ലതാണ്. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ വല്ലാതെ ഇങ്ങനെ വെള്ളം പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. പക്ഷേ ചോപ്പറിലിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ കൈ കൊണ്ട് കൊത്തി അരിയുന്ന പോലെ തന്നെയുള്ളൊരു ഫീൽ കിട്ടും. അതേ ചോപ്പറിലേക്ക് തന്നെ നമ്മൾ ശകലം സവോളയും പച്ചമുളകും കൂടെ ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പപ്പായ മുഴുവനും നമ്മളിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ സവോളയും പച്ചമുളകും കൂടെ ഇതേപോലെ തന്നെ ചോപ്പ് ചെയ്ത് വയ്ക്കും. ഇനി ഇതിലേക്ക് തേങ്ങ കൂടെ വേണം. തേങ്ങ കൂടെ തിരുമ്മിയെടുത്ത് ഇതിലേക്ക് ചേർത്തിട്ട് കറിവേപ്പിലയും തേങ്ങയും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് വേവാൻ വെക്കുവാണ്. അധികം വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. അതിനകത്തുനിന്നും ശകലം വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളത്തിൽ തന്നെ ഇതൊന്ന് കിടന്ന് വെന്ത് വരണം. ഒരുപാട് വേവൊന്നുമില്ല, വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. പപ്പായ തോരൻ്റെ ഒരു ഭാഗം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അതിലേക്കൊന്ന് താളിച്ച് ചേർത്താൽ മതി. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് ഉണക്കമുളക് ചേർത്തു. പിന്നെ ഒരു പിടി അരിയാണ് ചേർത്തത്. അരി കഴുകിയെടുത്തിട്ട് ആ അരിയാണ് നമ്മളതിലേക്ക് ചേർത്തത്. അതൊരു കടിക്കാനായിട്ട് ഇങ്ങനെ കിട്ടുന്ന ഒരു സുഖമാണ്. പഴയ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. നമ്മൾ സാധാരണ പുഴുക്കലരിയില്ലേ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ആ അരി ഒന്ന് കഴുകിയിട്ട് അതുകൂടെ അതിലേക്കിടും. ഒരു പിടിയേക്കാളും കുറച്ചായാലും മതി. അതും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്ത് നമ്മളിതിലേക്ക് ചേർക്കും. ഇനി നമ്മളത് ആദ്യം വേവിച്ച് വെച്ച ആ പപ്പായയിലേക്ക് ചേർക്കുവാണ്. ആ എണ്ണയും അരിയും മുളകും എല്ലാം കൂടെ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ രുചികരമായ പപ്പായ തോരൻ റെഡി.